കോതമംഗലം രൂപതയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനം വിശ്വജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് വാഴക്കുളം. സിൽവർ ജൂബിലിയുടെ നിറവിൽ അക്കാദമിക് മികവിന്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വിശ്വജ്യോതിയോടൊപ്പം നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കൂ. കുടുംബം വാടക വീട്ടിൽ ഉപേക്ഷിച്ച 2 വയസ്സുകാരൻ നായയ്ക്ക് പുതിയ ജീവിതം. ജനൽ കമ്പിയിൽ അനങ്ങാൻ പോലും ആകാത്ത വിധം കെട്ടിയിട്ടിരുന്ന നായയെ ദയാപ്രവർത്തകരെത്തിയാണ് രക്ഷപ്പെടുത്തിയത്. സാമ്പത്തിക തട്ടിപ്പിൽപ്പെട്ട് നാടുവിട്ട കുടുംബം വാടക വീട്ടിൽ ഉപേക്ഷിച്ച ലോക്കി എന്ന 2 വയസ്സുകാരൻ നായയ്ക്ക് പുതിയ ജീവിതം. ജനൽ കമ്പിയിൽ അനങ്ങാൻ പോലുമാകാത്ത വിധം കെട്ടിയിട്ടിരുന്ന നായയെ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷൻ സന്നദ്ധ പ്രവർത്തകരെത്തി രക്ഷപ്പെടുത്തി. വാരപ്പെട്ടി പഞ്ചായത്ത് 10-ാം വാർഡിലെ രാധാകൃഷ്ണൻ എന്നയാളുടെ വാടക വീട്ടിൽ കെട്ടിയിട്ടിരുന്ന നായയെയാണ് സംഘം രക്ഷപ്പെടുത്തിയത്. 2 ആഴ്ച മുൻപാണ് വാടകയ്ക്ക് താമസിച്ചിരുന്ന കുടുംബം താമസം മാറിപ്പോയത്. അന്നു മുതൽ നായ ഇവിടെ ജനലിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. കുടുംബത്തിനെ പലതവണ ഫോണിൽ ബന്ധപ്പെട്ട് നായയെ കൊണ്ടുപോകാൻ ആവശ്യപ്പെട്ടെങ്കിലും തയ്യാറായില്ല. തുടർന്നാണ് വീട്ടുടമസ്ഥൻ ദയ ആനിമൽ വെൽഫെയർ ഓർഗനൈസേഷനെ വിവരമറിയിച്ചത്. ദയാപ്രവർത്തകരായ അമ്പിളി പുരക്കിലും അമലേഷ് വിജയനും സ്ഥലത്തെത്തി. തുടർന്ന് പഞ്ചായത്ത് അംഗത്തിന്റെ സാന്നിധ്യത്തിൽ നായയെ മോചിപ്പിക്കുകയും നായയ്ക്ക് ഭക്ഷണവും വെള്ളവും നൽകുകയും ചെയ്തു. വാരപ്പെട്ടി സ്വദേശിയായ രാധാമണി ലോക്കിയെ ഏറ്റെടുത്തു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.